PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. കർഷക ID എടുക്കുന്ന തീയതി നീട്ടിയതിനെക്കുറിച്ചും അതുപോലെ തന്നെ പുതിയ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, അതുപോലെ 23ാമത്തെ ഗഡു വിതരണം എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഫാർമർ ID അതായത് കർഷക ID ഇതെടുക്കാനുള്ള അവസാന തീയതി മെയ് 30 ആണെന്ന് മുൻപ് അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും കർഷക രജിസ്ട്രേഷൻ കർഷകർക്ക് ചെയ്യാവുന്നതാണ്. കർഷക രജിസ്ട്രേഷൻ ചെയ്യാൻ അഗ്രിസ്റ്റാക്ക് പോർട്ടൽ വഴി കർഷക രജിസ്ട്രേഷൻ ഇപ്പോഴും കർഷകർക്ക് തുടർന്ന് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കർഷക രജിസ്ട്രേഷൻ ചെയ്തവരൊക്കെ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ്. നിലവിലെ അവസ്ഥ എന്താണെന്ന് നോക്കേണ്ടതാണ്. ഇതിൻ്റെ സ്റ്റാറ്റസ് അഗ്രിസ്റ്റാക്ക് പോർട്ടൽ വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അപേക്ഷിച്ച കർഷക IDയുടെ നിലവിലെ അവസ്ഥ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഓൺലൈനായി നിങ്ങളുടെ ആധാർ നമ്പറോ രജിസ്ട്രേഷൻ IDയോ അടിച്ചുകൊടുത്ത് പരിശോധിക്കാവുന്നതാണ്. ചെക്ക് ചെയ്യുമ്പോൾ പ്രധാനമായും 3 തരത്തിലാണ് അവിടെ കാണിക്കുക. അപ്രൂവ്ഡ് എന്ന് കാണിച്ചാൽ അപേക്ഷ കൃഷി ഓഫീസർ പരിശോധിച്ച് പൂർണ്ണമായും അംഗീകരിച്ചു എന്നാണ് ഇതിനർത്ഥം. ഇവർ പിന്നീട് ഒന്നും ചെയ്യേണ്ടതില്ല. അടുത്തതായി പെൻഡിങ്, അതുപോലെ ഇറർ എന്നിങ്ങനെ കാണിക്കുന്നവരൊക്കെ നിങ്ങളുടെ അടുത്തുള്ള വില്ലേജ് ഓഫീസോ അല്ലെങ്കിൽ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഇത് ശരിയാക്കാവുന്നതാണ്. അതുപോലെ PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡു വിതരണമാണ് ഇനി നടക്കാനുള്ളത്. ജൂൺ മാസം അവസാനത്തോടുകൂടി, അതായത് ഈ മാസം അവസാനത്തോടുകൂടി തന്നെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധിയിലേക്ക് പുതുതായി രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് കർഷക ID രജിസ്റ്റർ ചെയ്യുക എന്നുള്ള കാര്യമാണ്. അതിനുശേഷം മാത്രമേ പുതിയ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ വഴിയാണ് ഫാർമർ ID എടുക്കേണ്ടത്. ഫാർമർ ID എടുത്തതിന് ശേഷം PM കിസാൻ വെബ്സൈറ്റ് സന്ദർശിച്ച് ന്യൂ ഫാർമർ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും നൽകി സംസ്ഥാനം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, റേഷൻ കാർഡ് വിവരങ്ങൾ, അതായത് റേഷൻ കാർഡ് നമ്പർ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുക. ഭൂമിയുടെ വിവരങ്ങളും അതുപോലെ ലഭിച്ച ഫാർമർ IDയും അവിടെ ചേർക്കുക. ഇത് രസീറ്റ് PDF രൂപത്തിൽ അപ്ലോഡ് ചെയ്ത് അപേക്ഷ സേവ് ചെയ്യുക. സ്വന്തമായി അപേക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അക്ഷയ വഴിയോ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്.